ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹാഫ് കോളറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ കോളറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മാത്രം കാണിക്കുന്നതായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നോർമൽ ചുരിദാർ ടോപ്പിൻ്റെ ഒരു കട്ടിങ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ കട്ട് ചെയ്യുന്ന കണക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ആം ഹോളിലൂടെ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഷോൾഡർ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കോളറൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് 1 ഇഞ്ച് നമ്മൾ എപ്പോഴും ഷോൾഡർ എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 6.5 എടുക്കേണ്ടടുത്ത് 7.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. ആം ഹോളൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഷോൾഡർ 1/2 ഇഞ്ച് കുഴിച്ചും കൂടി വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതും വിട്ടുപോകാൻ പാടില്ല. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കോളറൊക്കെ ചെയ്യുമ്പം 1/2 ഇഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഒരു വി പോലെ ആദ്യം വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഹാഫ് കണ്ടിട്ട് അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാർക്കിങ്ങിലൂടെ നമ്മളൊന്ന് ഒരു ഷേപ്പ് ചെയ്ത് കർവ് പോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഷാർപ്പ് വീനെക്ക് അല്ലാണ്ട് കുറച്ചൊരു കർവി ആയിട്ടുള്ള ഒരു വീനെക്കാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്കിലൂടെ കട്ട് ചെയ്യാം. അതിനുശേഷം ബാക്ക് പാർട്ട് അവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ക്യാൻവാസിൽ ഫിനിഷ് ചെയ്യുന്നതാണെങ്കിൽ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാണ്ട് ഈ ഒരു അളവ് ക്യാൻവാസിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പം കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് ക്യാൻവാസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിൻ ക്ലോത്തിൽ തന്നെ നെക്ക് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നെക്കിലൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിലുള്ള എക്സ്ട്രാ തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഏകദേശം ഒരു 1 ഇഞ്ച് മാത്രം വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ നന്നായിട്ടൊന്ന് വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഫ്രണ്ട് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അവിടെ ഒരു സ്റ്റിച്ച് വരുകയില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് ഹെം ചെയ്തെടുക്കാം. ഞാൻ ദാ ഇവിടെ ഹെം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും മുഖാമുഖം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആം ഹോള് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. കോളറൊക്കെ ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്തതിലൂടെ നമ്മൾ ഒരിക്കലും ജോയിൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ആം ഹോള് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം കണക്കാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹാഫ് കോളറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു 2.5 ഇഞ്ച് താഴത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് തൊട്ടിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോയിന്റ് വരെ നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 6.5 ഇഞ്ചോളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു അളവ് തന്നെ നമുക്ക് ക്യാൻവാസ് എടുക്കാം. ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ചാണ് ഇപ്പം ഞാൻ കോളറിന് വീതി കൊടുക്കുന്നത്. അത് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു എൻഡിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കിങ്ങനെ കർവ് ചെയ്തിട്ട് കോളറിൻ്റെ ആ ഒരു ഷേപ്പ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാനായിട്ട് ഒരു പീസ് തുണി എടുക്കുക. അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്.
ഫോൾഡ് ഇല്ലെങ്കിൽ 2 പീസ് തുണിയായാലും മതി. അതിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കോളറിൻ്റെ ഈ ഒരു കർവ് ഷേപ്പ് വരുന്ന ഭാഗത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ക്യാൻവാസിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് വിട്ടത് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. അവിടെയും വേണമെങ്കിൽ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. അത് പിന്നെ അഴിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കുന്നില്ല. ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ചെയ്യുന്നത്. അത് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ആ ഒരു 1/4 ഇഞ്ച് തന്നെ നമ്മൾ താഴത്തെ ആ ഒരു തുണിയിലേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം ഞാൻ കോളർ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് പോയിൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു കോളറിനും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഉൾവശത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഉൾവശത്ത് നിന്ന് പുറത്തേക്കാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്യാൻവാസ് വരാത്ത ആ ഒരു ഭാഗം നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്തേക്ക് അതിന് സെൻറ്ററുമായിട്ട് ആദ്യം നേരെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബാക്ക് നെക്കിന് ഷോൾഡർ സ്റ്റിച്ച് വരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കാം. ഞാൻ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്കുള്ള ഷോൾഡറിലേക്ക് പോവും. എന്നിട്ട് അവിടുത്തെ സ്റ്റിച്ച് എത്തിയിട്ടാകുമ്പോൾ അവിടെ കെട്ടിട്ട് നിർത്തും. എന്നിട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിലേക്ക് ഈ ഒരു തുണി നന്നായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയൊരു കട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതേപോലത്തെ കട്ട് ഇപ്പുറത്ത് ക്യാൻവാസ് വെച്ച ആ ഒരു പീസിലും അതേ സ്ഥലത്തായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കോളർ നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ടിലെ ആ ഭാഗം കുറച്ചൊന്ന് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കിൽ വരുമ്പോൾ ആ ഒരു നമ്മുടെ ആ തയ്യൽ തുമ്പൊക്കെ കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ 2.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 2.5 ഇഞ്ച് കഴിഞ്ഞ ശേഷമുള്ള നെക്ക് മാത്രം ഫിനിഷ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് അപ്പം നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും. അപ്പോൾ നമ്മളിപ്പം ബാക്കിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും അതുപോലൊരു ചെറിയൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പോടെ നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ച രീതിക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ആ ഒരു പകുതിക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവില്ല. ഈ ഒരു ഫ്രണ്ട് ആ ഒരു കോളർ കുറച്ചുള്ളിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ചെയ്യുന്ന കോളറൊക്കെ ഞാൻ മുന്നേ 2-3 വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ഇനിയും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളണേ. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.